ഞാൻ നല്ല പഴയ സ്കൂട്ടറിൻ്റെ മറ്റേ ഓയിൽ മാറ്റാമെന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ പുള്ളി ചെക്ക് ചെയ്തിട്ട് 4 മാസമായി. 4 മാസമാകുമ്പോൾ ഹോണ്ടയുടെ മാറ്റാറുണ്ട്. ഹോണ്ടയുടെ ജെനുവിൻ ഓയിൽ അതിൽ കിടക്കുന്നത് 4 months 4000 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ പുള്ളി അത് നോക്കി വെച്ച് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടെ 6 മാസമായിട്ട് മാറ്റിയാലും മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ 1000 ചില്ല കിലോമീറ്റർ ഓടി. ഏതായാലും 6 മാസം ആകുമ്പോൾ 1500 കിലോമീറ്റർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റാം. പല ഇതുണ്ട് ഓയിൽ. ഞാൻ നോക്കിയപ്പോൾ കാസ്ട്രോൾ ഉണ്ട്, മൊബൈലുണ്ട്, പിന്നെ മോട്യൂളുണ്ട്, ഷെല്ലുണ്ട്, ടോട്ടലുണ്ട്, ഗൾഫ് ഓയിലുണ്ട്. ഗൾഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ഓയിലല്ല കേട്ടോ, അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഇന്ത്യൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും IOC, HP, IOCയുടെ സെർവോ ഉണ്ട്, HP-യുടെ ഏതാണെന്ന് പേരറിയില്ല. അങ്ങനെ എല്ലാ കമ്പനികളും ഇറക്കുന്നുണ്ട്. കാസ്ട്രോളും മൊബൈലൊക്കെ ഒക്കെയാന്ന് തോന്നുന്നു. എല്ലാം ഫേമസ് ആണ്. മോട്ടീവുകളും ഭയങ്കര ഫേമസാണ്. മിക്കവാറും എല്ലാത്തിനും അതിൻ്റെതായ ഇവരുടെ സ്പെസിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓയിൽ ഈ പറഞ്ഞ എല്ലാ ഹോണ്ടയുടെ സ്കൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓയിൽ ഈ പറഞ്ഞ എല്ലാ കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടണമെന്ന് വിചാരിച്ചിരിക്കണം. പണ്ടൊക്കെ സ്ഥിരം കാസ്ട്രോളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൊബൈൽ അതിലും നല്ലതെന്ന് പറയുന്നുണ്ട്, മോട്യൂൾ അതിലും നല്ലതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല. ഷെല്ലുണ്ട്, ടോട്ടലുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. പഴയതുപോലെ അല്ല. പിന്നെ ഇന്നലെ പോയപ്പോൾ മറ്റേ കാർ വാഷ് ചെയ്തു. കാരണം ഈ കോണ്ടയിൽസ് ചെയ്യുമ്പോൾ ഓതറൈസ് സർവീസ് സെൻ്റർ ചെയ്യുമ്പോൾ കാർ വാഷ് കൂടെ ചെയ്യാറുണ്ട്. കാർ വാഷ് 150 രൂപയ്ക്ക് കൊലിഞ്ചിലൊരു സാധനം. ഇപ്പോൾ നമുക്ക് 2-3 സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് കൊലിഞ്ചിയിൽ. ഇവിടെ തന്നെയും ചെയ്യും. അല്ലെങ്കിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എറണാകുളം മറ്റൊരു റൂട്ടിൽ സഞ്ചരിച്ച വേറെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് വലിയ പ്രശ്നമല്ല സർവീസിങ്. വാട്ടർ സർവീസ് ഒരു വിഷയമല്ല, ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഓയിൽ ചേഞ്ച് ഇപ്പോൾ ചെയ്യാനുണ്ട്. അത് ജനറൽ ചെക്കപ്പ് മറ്റേ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് തന്നെ നോക്കിക്കോളും. ജനറൽ ചെക്കപ്പ് മറ്റുള്ള ഫങ്ഷൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മാറ്റേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവൻ നോക്കിക്കോളും. 20 കൊല്ലം അവൻ എൻ്റെ 20 കൊല്ലം ഇവിടെ ലോക്കൽ വർക്ക്ഷോപ്പിലാണ് എൻ്റെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ നോക്കിയത്. ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല അതിന്. ഈ ഓതറൈസ് നോക്കി വണ്ടിയില്ലാത്ത അവസ്ഥയായി. ഓതറൈസിലേക്ക് വേണ്ട. അതിപ്പോൾ ടൊയോട്ട അതെ, ഹോണ്ട അതെ, രണ്ടിൻ്റെ ടൊയോട്ട സ്കൂട്ടറിൻ്റെ ഓതറൈസ് ആണെങ്കിലും ഹോണ്ട കാറിൻ്റെ ഓതറൈസ് ആണെങ്കിലും വണ്ടി നശിപ്പിച്ച് കളഞ്ഞു 2 കൂട്ടരും. ഞാൻ പഴയ മാരുതി കാറ് ഇവിടെ ഈ ന്യൂഞ്ഞയുടെ വർക്ക്ഷോപ്പിൽ 10 വർഷം ചെയ്തതാണ്. ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. അതുപോലെ അതിന് ഇയർ ആകുമ്പോൾ ഇപ്പം 60,000-70,000 കിലോമീറ്റർ സസ്പെൻഷൻ പോകും. അങ്ങനെ നാച്ചുറലായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ അതിൽ മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര 75,000 കിലോമീറ്ററിൽ എങ്ങാണ്ട് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയെന്ന് പറഞ്ഞാൽ 60,000 കിലോമീറ്ററിൽ ഫ്രണ്ടിൽ ഒരു സസ്പെൻഷൻ മാറ്റിയിട്ടുള്ളൂ. 60,000 കിലോമീറ്ററിൽ ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡ് സസ്പെൻഷൻ. മറ്റേ 2 ഒരുമിച്ച് മാറ്റണ്ടെന്ന് പറഞ്ഞു. ഇതേ കംപ്ലൈൻറ്റ് ഒരെണ്ണം മാറ്റാൻ മാറ്റിയാൽ മതി പറഞ്ഞു. ഒരെണ്ണം മാറ്റിയായിരുന്നു. അതുപോലെ ക്ലച്ച് ഡിസ്ക് മാറ്റി,
ബ്രേക്ക് പാഡ്സ് അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ എത്ര കിലോമീറ്റർ കൂടുമ്പോൾ അതൊരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ മാറ്റിക്കൊണ്ടിരുന്നത് ഈ ഹോണ്ടയുടെ ഇവന്മാരുടെ ഈ ടൊയോട്ടയുടെ ഹോണ്ടയുടെ ഓതറൈസ് കൊണ്ട് കൊടുത്തിട്ട് അവന്മാർ തന്നെ അവിടെ ഡാമേജ് ചെയ്തിട്ട് പിന്നെ അവന്മാർ മാറ്റിക്കൊണ്ട് കൊടുക്കുക. നമ്മൾ വെറുതെ നമ്മുടെ കയ്യിലെ കാശ് കളയാന്ന് മാത്രമേ ഉള്ളൂ. തട്ടിപ്പെന്ന് പറഞ്ഞാൽ സൂപ്പർ തട്ടിപ്പാണ് ഈ ഓതറൈസ് എന്ന് പറഞ്ഞാണ്. അതിപ്പോൾ കൊലിഞ്ഞിലുള്ള മറ്റേ തന്നെ മൂത്തുവിറ്റ് ഹോണ്ടയാണെങ്കിലും മൂവാറ്റുപുഴയുള്ള ടിപ്പ് ഹോണ്ടയായിട്ടാണെങ്കിലും മൂത്തം തട്ടിപ്പാണ്.